ബുക്ക് മൈ ഷോയ്ക്ക് തീയിട്ട എമ്പുരാൻ. ബുക്കിംഗ് തുടങ്ങിയതും തിയേറ്ററുകൾ നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. മലയാള സിനിമാ പ്രേമികൾ ഏതാനും ദിവസങ്ങളായി കാത്തിരിക്കുന്ന എമ്പുരാന്റെ ബുക്കിംഗ് ആണ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് തന്നെ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചു. ബുക്കിംഗ് തുടങ്ങിയ ഉടൻ തന്നെ തിയേറ്ററുകൾ നിറയുന്നതാണ് കാണുന്നത്. റെക്കോർഡ് വിൽപ്പനയാണ് ബുക്ക് മൈ ഷോയിൽ നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബുക്കിംഗ് ആരംഭിച്ച 1 മണിക്കൂർ തികയും മുമ്പ് തന്നെ 28,000-ൽ കൂടുതൽ ടിക്കറ്റുകളാണ് എമ്പുരാന്റേതായി വിറ്റുപോയിരിക്കുന്നത്. ഒരു സമയത്ത് ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോയും നിലച്ചുപോയ അവസ്ഥ തന്നെയുണ്ടായി. ബുക്കിംഗ് തുടങ്ങി ആരാധകരുടെ തള്ളിക്കയറ്റം തന്നെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സൈറ്റ് പണിമുടക്കാനും കാരണമായത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ പല ചരിത്രങ്ങളുടെയും റെക്കോർഡ് എമ്പുരാൻ തിരുത്തിക്കുറയ്ക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇതോടുകൂടി നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ഇൻട്രസ്റ്റ് കാണിച്ച സിനിമയും എമ്പുരാൻ തന്നെയായിരുന്നു. അതേസമയം എമ്പുരാന്റെ വിദേശ രാജ്യങ്ങളിലെ എമ്പുരാന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ആരംഭിച്ചിരുന്നു. ഓവർസീസിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യമുണ്ട് പുറത്തുവരുന്ന വിവരമനുസരിച്ച് എമ്പുരാന്. ലൂസിഫറിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 52 മിനിറ്റ് ആയിരുന്നെങ്കിൽ എമ്പുരാന്റെ ദൈർഘ്യം 2 മണിക്കൂർ 59 മിനിറ്റ് 59 സെക്കൻഡാണ്. ഓവർസീസ് അഡ്വാൻസ് ബുക്കിംഗിൽ നിന്ന് മാത്രം 12 കോടി ഗ്രോസ് നേടാൻ എമ്പുരാന് സാധിച്ചു. ആദ്യ ദിനം 40 മുതൽ 50 കോടി വേൾഡ് വൈഡ് കളക്ഷനാണ് എമ്പുരാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനു മുമ്പ് മോഹൻലാലിന്റെ തന്നെ മരക്കാർ അറബിക്കടലിന്റെ സിംഹമാണ് മലയാള സിനിമയിലെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ എന്ന റെക്കോർഡ് കൈവശം വെച്ചിരിക്കുന്ന സിനിമ. ഏകദേശം 20 കോടിയാണ് മരക്കാറിനും ആദ്യ ദിനം വേൾഡ് വൈഡായി ലഭിച്ചത്. എന്തായാലും സംഭവിക്കുന്നത് അത്ഭുതം തന്നെയാണ്. എമ്പുരാൻ ബുക്കിംഗ് തുടങ്ങിയ ഉടൻ തന്നെ ടിക്കറ്റുകൾ ചുട്ടപ്പം പോലെയാണ് വിറ്റഴിക്കുന്നത്. ഇത് നല്ലൊരു ശുഭപ്രതീക്ഷ തന്നെയാണ് നൽകുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ബുക്കിംഗ് സൈറ്റുകളിൽ നിന്നെല്ലാം നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. ഒട്ടുമിക്ക ജില്ലകളിലെയും എല്ലാ തിയേറ്ററുകളിലും എമ്പുരാനാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ജനുവരി 27-നാണ് ചിത്രം ആഗോള റിലീസായി തിയേറ്ററുകളിൽ എത്തുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.